നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ചിലർ മണിക്കൂറുകളോളം ഒപ്പമിരുന്നാലും ഒരു സാധാരണ സംഭാഷണം പോലും തുടങ്ങാതെ വീട്ടിലേക്ക് മടങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് അഹങ്കാരമാണോ? അതോ അവർ മനുഷ്യരെ ഇഷ്ടപ്പെടാത്തവരാണോ? അതോ അവരുടെ മനസ്സിൽ മറ്റാരും കാണാത്ത ഒരു നിശബ്ദ യുദ്ധം നടക്കുകയാണോ? പലർക്കും ഈ ആളുകളെ മനസ്സിലാകാറില്ല. കാരണം പുറത്തു കാണുന്നത് മൗനമാണ്. എന്നാൽ ആ മൗനത്തിനുള്ളിൽ പലപ്പോഴും അതിശക്തമായ ചിന്തകളുടെ ശബ്ദമാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിവാഹ ചടങ്ങിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കരുതുക. അവിടെ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നു. ആരോ രാഷ്ട്രീയം പറയുന്നു. മറ്റൊരാൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. ചിലർ ചിരിക്കുന്നു. ചിലർ പരിചയമില്ലാത്തവരോട് പോലും സുഹൃത്തുക്കളെപ്പോലെ പെരുമാറുന്നു. എന്നാൽ ഒരു മൂലയിൽ ഒരാൾ നിശ്ശബ്ദമായി നിൽക്കുന്നു. അയാളെ കണ്ടാൽ പലരും ഉടനെ ഒരു വിധി എഴുതും. ഇയാൾ ജാടക്കാരനാണ്. ഇയാൾക്ക് അഹങ്കാരമാണ്. ഇയാൾക്ക് ആളുകളെ വിലയില്ല. പക്ഷെ മനഃശാസ്ത്രം പറയുന്നത് ഇതിനു പിന്നിൽ മറ്റൊരു കഥയുണ്ടായിരിക്കാമെന്നതാണ്. സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് വിവരങ്ങൾ കൈമാറാനുള്ള ഒരു മാർഗം മാത്രമല്ല. അത് സാമൂഹിക ബന്ധങ്ങൾ സുരക്ഷിതമാണോ എന്ന് തലച്ചോർ പരിശോധിക്കുന്ന ഒരു ചെറിയ പരീക്ഷണം കൂടിയാണ്. ചിലരുടെ തലച്ചോർ ഈ പരീക്ഷണത്തെ വളരെ എളുപ്പമായി കാണുന്നു. എന്നാൽ ചിലരുടെ തലച്ചോർ അതിനെ ഒരു അപകട സൂചന പോലെ കാണാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഒരു സാധാരണ ചോദ്യം പോലും അവർക്ക് വലിയ മാനസിക അധ്വാനമായി മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് ആഴമുള്ള വിഷയങ്ങളെക്കുറിച്ച് മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയും. പക്ഷെ കാലാവസ്ഥയെക്കുറിച്ചോ ക്രിക്കറ്റിനെക്കുറിച്ചോ വഴിയിലെ ട്രാഫിക്കിനെക്കുറിച്ചോ സംസാരിക്കാൻ അവർക്ക് കഴിയില്ല. അത് സംസാരശേഷിയുടെ കുറവല്ല. അവരുടെ മനസ്സ് അർത്ഥമുള്ള സംഭാഷണങ്ങളെയാണ് അന്വേഷിക്കുന്നത്. ശൂന്യമായി തോന്നുന്ന വാക്കുകൾ അവരുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാറില്ല. ന്യൂറോ സയൻസിൽ ഒരു രസകരമായ ആശയമുണ്ട്. എല്ലാ തലച്ചോറുകളും ഒരേ തരത്തിലുള്ള ഉത്തേജനത്തിൽ സന്തോഷം കണ്ടെത്തുന്നില്ല. ചിലർക്ക് പുതിയ ആളുകളെ കാണുന്നതും ചെറിയ തമാശകളും വേഗത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതുമാണ് സന്തോഷം നൽകുന്നത്. എന്നാൽ മറ്റു ചിലർക്ക് അതേ അനുഭവം ക്ഷീണമായി തോന്നാം. അവർ ഒരാളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കും, ഒരു ജീവിതകഥ കേൾക്കാൻ ആഗ്രഹിക്കും, ഒരു യഥാർത്ഥ വികാരം പങ്കിടാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് സാധാരണ സംഭാഷണങ്ങൾ അവർക്ക് സമയനഷ്ടമായി തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ കഥ അവിടെ അവസാനിക്കുന്നില്ല. ചിലപ്പോൾ സ്മോൾ ടോക്ക് ഇഷ്ടമില്ലാത്തത് വ്യക്തിത്വം കൊണ്ടല്ല, പഴയ അനുഭവങ്ങൾ കൊണ്ടാകാം. ബാല്യത്തിൽ ഒരുപാട് തവണ പരിഹസിക്കപ്പെട്ട ഒരു കുട്ടിയെ ഓർക്കൂ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ക്ലാസ്സിൽ എല്ലാവരും ചിരിച്ചിരുന്നു. ഒരു തെറ്റായ ഉച്ചാരണം പോലും ദിവസങ്ങളോളം കളിയാക്കപ്പെട്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയാലും ആ അനുഭവം തലച്ചോറിൽ മായാതെ കിടക്കാം. പിന്നീട് ഓരോ പുതിയ സംഭാഷണവും ആരംഭിക്കുന്നതിനു മുമ്പ് അവന്റെ മനസ്സ് ചോദിക്കും, വീണ്ടും അതേ അപമാനം സംഭവിച്ചാൽ എന്തു ചെയ്യും? മനുഷ്യന്റെ തലച്ചോർ ജീവനോടെ നിലനിൽക്കാൻ പഠിച്ച യന്ത്രമാണ്, സന്തോഷം കണ്ടെത്താൻ പഠിച്ച യന്ത്രമല്ല. ഒരിക്കൽ അപകടമായി അനുഭവപ്പെട്ട കാര്യങ്ങളെ വീണ്ടും ഒഴിവാക്കാൻ അത് ശ്രമിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് പുതിയ ആളുകളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നത്. അവർക്ക് സംസാരിക്കാൻ കഴിയാത്തതല്ല, അവരുടെ തലച്ചോർ ആദ്യം സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സമൂഹം ഈ നിശബ്ദ പോരാട്ടങ്ങളെ പലപ്പോഴും കാണുന്നില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസമില്ല എന്ന് തോന്നും. എന്നാൽ സത്യം ചിലപ്പോൾ നേരെ വിപരീതമായിരിക്കും. ചിലർക്ക് സ്വന്തം മൂല്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളതുകൊണ്ടാണ് എല്ലാ സംഭാഷണങ്ങളിലും പങ്കെടുക്കാൻ അവർ തയ്യാറാകാത്തത്. ഓരോ നിമിഷവും എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ബാധ്യത അവർക്ക് തോന്നുന്നില്ല. മറ്റൊരു കൗതുകകരമായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ഒരേ വ്യക്തി ഒരു സ്ഥലത്ത് വളരെ നിശബ്ദനാകും. മറ്റൊരു സ്ഥലത്ത് അതേ വ്യക്തി മണിക്കൂറുകളോളം സംസാരിക്കും. ഇതെന്താണ് പറയുന്നത്? പ്രശ്നം സംസാരിക്കാനുള്ള കഴിവിലല്ല, സുരക്ഷിതത്വത്തിന്റെ അനുഭവത്തിലാണ്. മനസ്സ് സ്വീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന നിമിഷം വാക്കുകൾ സ്വാഭാവികമായി പുറത്തുവരും. ഇവിടെയാണ് മനുഷ്യബന്ധങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ആളുകളുടെ പെരുമാറ്റം മാത്രമാണ് കാണുന്നത്, എന്നാൽ അവരുടെ ഉള്ളിലെ വികാരങ്ങളെ കാണാൻ ശ്രമിക്കാറില്ല. നിശബ്ദതയെ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും. അകലം പാലിക്കുന്നതിനെ വെറുപ്പായി കരുതും. പക്ഷെ പലപ്പോഴും അതെല്ലാം ഒരു പ്രതിരോധ കവചമായിരിക്കും. ചില ആത്മീയ പാരമ്പര്യങ്ങൾ മറ്റൊരു കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ പുറം ലോകത്തിലേക്കല്ല ഒഴുകുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. ചിലരുടെ മനസ്സ് സ്വാഭാവികമായി ഉള്ളിലേക്കാണ് തിരിയുന്നത്. അവർക്ക് ഏകാന്തതയിൽ ലഭിക്കുന്ന സമാധാനം വലിയ കൂട്ടങ്ങളിൽ ലഭിക്കണമെന്നില്ല. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വസ്തുതയല്ല. എന്നാൽ അനേകം ആളുകൾ അവരുടെ അനുഭവങ്ങളിലൂടെ ഇത്തരമൊരു വ്യത്യാസം വിവരിക്കാറുണ്ട്. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് സംസാരിക്കുന്ന ചിലർ പറയുന്ന മറ്റൊരു ആശയവും ഇവിടെ ശ്രദ്ധേയമാണ്. ഒരാൾ തന്റെ ഉള്ളിലെ വികാരങ്ങളുമായി പൊരുത്തപ്പെടാത്ത രീതിയിൽ നിരന്തരം ജീവിച്ചാൽ മാനസിക ക്ഷീണം വർദ്ധിക്കാമെന്നാണ് അവരുടെ വിശ്വാസം. എല്ലാവരെയും പോലെ പെരുമാറാൻ ശ്രമിക്കുന്നതിനു പകരം സ്വന്തം സ്വഭാവം മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഉള്ളിലെ സമാധാനം വർദ്ധിക്കുന്നതെന്ന് അവർ കരുതുന്നു. ഇത് വ്യക്തിപരമായ ആത്മീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്, തെളിയിക്കപ്പെട്ട ശാസ്ത്രീയ നിഗമനമല്ല. എന്നാൽ ഇതുകൊണ്ട് എല്ലാ സ്മോൾ ടോക്കും മോശമാണെന്ന് അർത്ഥമില്ല. പല വലിയ സൗഹൃദങ്ങളും ജീവിതം മാറ്റിയ അവസരങ്ങളും ആരംഭിച്ചത് വളരെ ചെറിയ ഒരു സാധാരണ സംഭാഷണത്തിൽ നിന്നാണ്. ഒരു ലിഫ്റ്റിൽ നടന്ന ചെറിയ പരിചയം, ഒരു ബസ് യാത്രയിൽ തുടങ്ങിയ സംഭാഷണം, ഒരു ഓഫീസിലെ ചായ ഇടവേളയിൽ ചോദിച്ച ഒരു ലളിതമായ ചോദ്യം. ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ഏറ്റവും ചെറിയ വാക്കുകളിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് ചിലർക്ക് ഉള്ളിലെ ഭയം മനസ്സിലാക്കുന്നതും അതേസമയം പുതിയ ബന്ധങ്ങൾക്കുള്ള വാതിൽ പൂർണ്ണമായി അടയ്ക്കാതിരിക്കുന്നതും ഒരുപോലെ പ്രധാനമാകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സ്മോൾ ടോക്കിനെ വെറുക്കുന്നയാളല്ല, നിങ്ങൾ അർത്ഥമില്ലാത്ത ബന്ധങ്ങളെയാണ് വെറുക്കുന്നത്.
നിങ്ങൾക്ക് വാക്കുകളേക്കാൾ സത്യസന്ധതയാണ് വേണ്ടത്. ശബ്ദത്തേക്കാൾ മനസ്സിലാക്കലാണ് വേണ്ടത്. തിരക്കിനേക്കാൾ യഥാർത്ഥ സാന്നിധ്യമാണ് വേണ്ടത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം എല്ലാവരും സംസാരിക്കുന്നിടത്ത് നിങ്ങൾ മൗനമായി നിൽക്കുന്നത്. കാരണം ചിലപ്പോൾ ഏറ്റവും ആഴമുള്ള മനസ്സുകൾ ലോകത്തോട് കുറച്ചു മാത്രമേ സംസാരിക്കൂ. എന്നാൽ അവർ സംസാരിക്കുന്ന ഒരു നിമിഷം പോലും മറ്റുള്ളവർ ഒരിക്കലും മറക്കാത്തതായിരിക്കും.